Good morning all. അപ്പോൾ നമ്മൾ ഇന്നലെ ഡിറൈവ് ചെയ്ത പവർ ഇൻ റെസിസ്റ്റീവ് സർക്യൂട്ട് എന്നുള്ള ടോപ്പിക്കിന്റെ കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് റിപ്പീറ്റ് ചെയ്താണ് ഞാൻ ഈ ക്ലാസ്സിൽ തുടങ്ങുന്നത്. സോ നമ്മൾ അതിന്റെ ഡെറിവേഷൻ നോക്കാൻ പോകുന്നത്. സോ ഇൻസ്റ്റന്റേനിയസ് പവർ പി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ഇൻറ്റു ഇൻസ്റ്റന്റേനിയസ് കറണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ഇൻ റെസിസ്റ്റീവ് സർക്യൂട്ട് VM സൈൻ ഒമേഗ ടി എന്നും അതേപോലെ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് IM സൈൻ ഒമേഗ ടി എന്നുള്ളതാണ്. ഇതാണ് അതിന്റെ ഇക്വേഷൻ. ഓക്കെ, സോ നമുക്കതിനെ VM ഇൻറ്റു IM ഇൻറ്റു സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഞാൻ സപ്പോസ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ഇത് രണ്ടും നമുക്ക് നേരത്തെ റെസിസ്റ്റീവ് സർക്യൂട്ടിലെ ഡെറിവേഷൻ വെച്ചിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ റെസിസ്റ്റീവ് സർക്യൂട്ട് ആകുമ്പോൾ കറണ്ടിന് ഒരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ഗ്രാഫ് ഇങ്ങനെ ഇൻ ഫേസ് ആയിട്ട് കിട്ടിയത്, ഷിഫ്റ്റ് ഇല്ല. ഇനി നമ്മൾ സൈൻ സ്ക്വയർ ഒമേഗ ടി എന്നുള്ളത് റീപ്ലേസ് ചെയ്യാണ്. VM IM 1 മൈനസ് കോസ് 2 ഒമേഗ ടി ബൈ 2. അത് ലീനിയർ ഇക്വേഷൻ ആയിട്ട് മാറി. ഓക്കെ, ഇതാണ് ഇൻസ്റ്റന്റേനിയസ് പവർ. നമുക്ക് കാണേണ്ടത് ആവറേജ് പവറിന്റെ ഇക്വേഷൻ ആണ്. ആവറേജ് പവർ പവർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി in half cycle divided by time. ഓക്കെ, അപ്പം ഒരു ഹാഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇത്ര മാത്രമേ ഉണ്ടാവുള്ളൂ, പൈ വരെയുള്ള ടൈം ഉണ്ടാവുക. ടോട്ടൽ എനർജി ഇൻ ഹാഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ പവറിന്റെ ഇക്വേഷൻ നമുക്കുണ്ട്, പി ഡി ടി ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇന്റഗ്രൽ 0 to പൈ പി ഡി ടി എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എനർജി ടോട്ടൽ എനർജി ഇൻ ഹാഫ് സൈക്കിൾ കിട്ടും. ഡിവൈഡ് ബൈ ടൈം എന്ന് പറയുമ്പോൾ 1 by പൈ. സോ ദാറ്റ് ഈസ് ആവറേജ് പവർ. 1 by പൈ ഇന്റഗ്രൽ 0 to പൈ നമ്മൾ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? VM IM 1 മൈനസ് കോസ് 2 ഒമേഗ ടി ബൈ 2 എന്ന് കിട്ടും. So this will be the total energy, average power in the equation. Total energy divided by time. Okay. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതിലെ VM IM by 2 എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. സോ അത് പുറത്തോട്ടെടുത്ത VM IM by 2 പൈ into integral 0 to പൈ. Okay. 1 minus cos 2 omega t എന്ന് കിട്ടും. ഇത് into we are integrating with respect to dt അല്ല d omega t ആണ്. d omega t. Okay. So that is d omega t. എനിവേ, അപ്പൊ നമുക്ക് കിട്ടുന്നത് VM IM 2 പൈ ഇന്റഗ്രേറ്റീവ് d omega t എന്നിട്ട് പൈ മൈനസ് 0 will be the first term മൈനസ് സൈൻ 2 omega t by 2 എന്ന് കിട്ടും. So that is pi 0. That's the limit. ഇത് രണ്ട് പൈയും 0 അപ്ലൈ ചെയ്ത 2 sin 2 omega t എന്നുള്ളത് sin 2 pi 0 കിട്ടും, sin 0 0 കിട്ടും. That term will be equal to 0. പിന്നെ ഉള്ളത് ഈ പൈ മൈനസ് 0 എന്നുള്ള ടേം ആണ്. VM into IM by 2 pi into pi. So that will get cancelled. ഇനി ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാണ്. VM by root 2 into IM by root 2. നമുക്ക് കിട്ടും VRMS into IRMS. IRMS-ഉം Vmax-ഉം തമ്മിലുള്ള റിലേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സോ നമുക്കറിയാം Vmax by root 2 എന്നുള്ളത് VRMS ആണ്. സിമിലർലി IRMS-ഉം. അപ്പൊ അങ്ങനെ നമ്മൾ VRMS into IRMS എന്നുള്ളത് റീപ്ലേസ് ചെയ്യാണ്. സോ ദാറ്റ് ഈസ് ദ ആവറേജ് പവർ, P average in a resistive circuit. ഓക്കെ, ഇനി നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ്, ഇൻസ്റ്റന്റേനിയസ് കറണ്ട്, ഇൻസ്റ്റന്റേനിയസ് പവർ രണ്ടും പ്ലോട്ട് ചെയ്യണം. അപ്പൊ V is equal VM sin omega t, ഇത് IM sin omega t എന്നുള്ള ഗ്രാഫാണ്.
ഫോർ ഐ. പിന്നെ ഈ പവറിനുള്ളത് Vm Im by 2 pi into 1 minus cos 2 omega t. അപ്പൊ ഇത് 2 omega t ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Vm Im by 2 pi into Vm Im by 2 pi cos omega t. സോ ഈ ടേം ഒരു ഫിക്സ്ഡ് ടേം ആണ്. ഡി സി പോലത്തെ ഒരു ടേം ആണ്. ഇതെന്ന് പറഞ്ഞാൽ വേരിയബിൾ ടേം ആണ്. ഇറ്റ് വേരീസ് വിത്ത് റെസ്പെക്ട് ടു കോസ് ഒമേഗ ടി, അല്ലേ? രണ്ട് ടേമിന്റെ കോമ്പിനേഷൻ ആണ്. ദർ ഇസ് എ ഡി സി കമ്പോണന്റ് ആസ് വെൽ ആസ് ദർ ഇസ് എ വേരിയബിൾ കമ്പോണന്റ്. ഓക്കെ, അപ്പം ഡി സി കമ്പോണന്റ് കാരണം ഉണ്ടാവുന്ന ഈ ഷിഫ്റ്റ് ആണിത്. ഓക്കെ, ഇത്രയും ഡി സി കമ്പോണന്റ് ആണ്. അപ്പൊ ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് Vm Im by 2 pi എന്നുള്ളതാണ്. അല്ലെങ്കിൽ സോറി, ഇത് പൈ ഉണ്ടാകത്തില്ല, ബൈ 2 ഉണ്ടാവുള്ളൂ. പൈ വരുന്നത് ഇക്വേഷൻ നമ്പർ 1 ആണ് നമ്മൾ എഴുതിയത്. നമുക്ക് നോക്കി കാണാം, ഇവിടെ Vm Im by 2 എന്നുള്ളതാണ് ഹൈറ്റ്, ഹാഫ് ദ ഹൈറ്റ്. സോ അതില്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? അത് ഉണ്ടായതില്ലെങ്കിൽ Vm Im by 2 cos 2 omega t എന്നുള്ള ടേം കിട്ടും. അപ്പൊ അത് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ മൈനസ് കോസ് ഒമേഗ ടിയുടെ ഗ്രാഫാണ് കിട്ടുക. ഇങ്ങനെയായിരുന്നു ഉണ്ടാവുക. അതിനോട് പ്ലസ് Vm Im by 2 ചെയ്തപ്പോഴാണ് ഈ ഗ്രാഫ് കിട്ടി, ആ ഷിഫ്റ്റ് കിട്ടി. ഈ കോസ് ഒമേഗ ടി എന്നുള്ളത് മേലോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്തതിനോട് ഈക്വലന്റ് ആണ് ഈ മേലത്തെ പി എന്നുള്ള ഗ്രാഫ്. ഇനി അത് ഡബിൾ ഫ്രീക്വൻസിയിലാന്ന് പറഞ്ഞു, അതെങ്ങനെ മനസ്സിലാക്കുന്നുള്ളതാണ്. അപ്പൊ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം തൊട്ട് അടുത്ത മാക്സിമം വരെയുള്ള ടൈമാണ്. സോ ഇത് ഒമേഗ ടി ആണ് ഫ്രീക്വൻസി, ഒമേഗയാണ് ഫ്രീക്വൻസി. അപ്പൊ ആ സമയത്ത് ഇവിടെ ഒരു പീക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഈ ഒരു പീക്കിന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പൊ അത് രണ്ട് കോയിൻസൈഡ് ആണ്. അടുത്ത വാല്യൂ എത്തുമ്പം ഈ പീക്ക് വരുന്നുണ്ട്, അടുത്ത പീക്ക് എത്തുമ്പോഴത്തേക്ക് അടുത്ത പീക്ക് വരുന്നുണ്ട്. അപ്പം ഒരു പീക്ക് ടു പീക്ക് മേലത്തെ സൈക്കിൾ കഴിഞ്ഞപ്പോഴത്തേക്ക് താഴെ രണ്ട് പീക്ക് ടു പീക്ക് കഴിഞ്ഞു. അതായത് രണ്ടാമത്തെ പീക്ക് എത്തി നമ്മൾ നേരെ ഒറ്റ പീക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക്. സോ അതുകൊണ്ടാണ് ഇതിനെ പവർ വേരീസ് ഇൻ ഡബിൾ ഫ്രീക്വൻസി എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഡെറിവേഷൻ ഫോർ പവർ ഡിസിപ്പേറ്റഡ് ഇൻ റെസിസ്റ്റീവ് സർക്യൂട്ട്. ഇത് ചോദിക്കുന്നതാണ്, അപ്പൊ സ്കിപ്പ് ചെയ്യരുത് ഈ പോർഷൻ. നമ്മൾ അതേപോലെ ഇൻഡക്റ്റീവും കപ്പാസിറ്റീവ് സർക്യൂട്ട്സിനും ഡിറൈവ് ചെയ്യുമ്പോൾ സോ വി ഈസ് ഈക്വൽ ടു, ഡെറിവേഷന്റെ രീതിയൊക്കെ സെയിം ആണ്. പി ഈസ് ഈക്വൽ ടു എന്താണ്? പവർ, ഇൻസ്റ്റന്റേനിയസ് പവർ. പി ഈസ് ഈക്വൽ ടു വി ഐ എന്ന് കിട്ടും. അത് വി എം, നമുക്ക് വിന്റെ ഇക്വേഷൻ എന്താ കിട്ടുന്നത്? വി എം സൈൻ ഒമേഗ ടി പ്ലസ് 90 ഡിഗ്രി, ഒമേഗ ടി പ്ലസ് 90 and Im sin omega t. ഈ sin omega t plus 90 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? Vm Im sin omega t ഞാൻ കോസിലോട്ട് എഴുതാൻ പോകും, cos omega t into sin omega t എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇത് sin A sin B, സോറി sin A cos B എന്നാണ്. അപ്പൊ അതിനെ Vm Im sin 2 omega t by 2 എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ ഞാൻ 2 നോട് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ 2 sin omega t cos omega t എന്നുള്ള sin 2 omega t ആവും. സോ യു വിൽ ഗെറ്റ് Vm Im sin 2 omega t by 2 എന്നുള്ളത്. ഓക്കെ, സോ അതാണ്. അപ്പം ഇന്റഗ്രേറ്റിംഗ് ദിസ് sin 2 omega t in a complete cycle will give you total average power. Average power എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഓക്കെ, അപ്പൊ ആവറേജ് പവറിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ എനർജി 1/π total energy integrated over a half cycle divided by time. Okay.
പിന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ബി ഐ എന്നുള്ള. സോ വി വിൽ ഗെറ്റ് 1/π ഇന്റഗ്രൽ 0 to π Vm Im sin 2 omega t d omega t by 2 പുറത്തോട്ട് എടുക്കാം, Vm Im പുറത്തോട്ട് എടുക്കാം. So those are constants. Vm Im അതെല്ലാം കോൺസ്റ്റന്റ് ആണ്. ഇൻറ്റു sin 2 omega t. sin 2 omega t നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ cos 2 omega t എന്ന് കിട്ടും. So cos 2 omega t. So integral of sin 2 omega t is minus cos 2 omega t. Vm Im by 2π minus cos 2 omega t by 2 എന്ന് കിട്ടും. Okay. So the limits are π and 0. അപ്പൊ ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്. So first lower limit apply പിന്നെ upper limit apply because minus is there. So Vm Im by 2π. So 1/2 into, and lower limit apply ചെയ്യണമെങ്കിൽ cos 0. Cos 0 will be 1 minus upper limit apply ചെയ്യണമെങ്കിൽ cos 2π എന്ന് കിട്ടും. Cos 2π will be again 1. So that will give you totally 0. So ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ആവറേജ് പവർ ഇൻ ഇൻഡക്ടർ ഈസ് 0 എന്നുള്ളതാണ്. സോ ഇതൊരു വലിയ റിയലൈസേഷൻ ആണ്. ഇത് ഇൻഡക്ടർ ഒരിക്കലും പവർ ഡിസിപ്പേറ്റ് ചെയ്യത്തില്ല. ഇൻഡക്ടർ പവർ ഡിസിപ്പേറ്റ് ചെയ്യില്ല. സോ അത് പ്യുവർ ഇൻഡക്ടർ ആണെങ്കിൽ മാത്രമേ അങ്ങനെ കണ്ടീഷൻ ഉള്ളൂ. പ്യുവർ ഇൻഡക്ടർ ആണെങ്കിൽ ദർ ഇസ് നോ പവർ ഡിസിപ്പേഷൻ ഇൻ ദ ഇൻഡക്ടർ. അതേസമയം റെസിസ്റ്റർ മാത്രമേ സർക്യൂട്ടിൽ AC സർക്യൂട്ടിൽ പവർ ഡിസിപ്പേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പം ഡിസിപ്പേറ്റ് ചെയ്യുന്ന പവറും ഉണ്ട്, ഡിസിപ്പേറ്റ് ചെയ്യാത്ത പവറും ഉണ്ട്. അവിടെയാണ് ഡിഫറൻസ് വരുന്നത്. സോ പവർ ഡിസിപ്പേറ്റ് ചെയ്യുന്ന പവറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്റ്റീവ് പവർ. സോ അത് റെസിസ്റ്റർ മാത്രമേ ചെയ്യത്തുള്ളൂ. അതേസമയം ഡിസിപ്പേറ്റ് ചെയ്യാത്ത പവറിന് നമ്മൾ റീആക്റ്റീവ് പവർ എന്ന് പറയും. റിയാക്റ്റീവ് പവർ. അപ്പം ആക്റ്റീവിന്റെ കൂടെ റീ എന്നുള്ള റിയാക്റ്റീവ് പവർ എന്നുള്ളതാണ് ഇൻഡക്ടറും കപ്പാസിറ്ററും പ്യുവർ ആണെങ്കിൽ അങ്ങനത്തെ പവറെ ഡിസിപ്പേറ്റ് ചെയ്യല്ല, അത് സർക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. അതൊരിക്കലും ഡിസിപ്പേറ്റീവ് പവർ അല്ല, അത് നമുക്ക് നഷ്ടപ്പെടുന്ന പവർ അല്ല, ദാറ്റ്സ് എ സർക്കുലേറ്റീവ് പവർ. അത് ഇൻഡക്ടറിനും കപ്പാസിറ്ററിനും ആണ് കാണുന്നത്. സോ അതെന്താ നമ്മൾ പഠിക്കും ഇൻ ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് പ്യുവർ കപ്പാസിറ്ററിന്റെ കേസിലുള്ള ആക്റ്റീവ് പവർ ആണ്. സോ ആക്റ്റീവ് പവർ പി, ഈ ആവറേജ് പവർ പി എന്ന് പറയുന്നതൊക്കെ ആക്റ്റീവ് പവറിന്റെ വേറൊരു ടേം ആണ്. സോ ആസ് യൂഷ്വൽ ദ ഇൻസ്റ്റന്റേനിയസ് പവർ എന്ന് പറയുന്നത് P is equal to V into I. So substituting Vm sin omega t minus 90 into Im sin omega t എന്നുള്ളത് കിട്ടും. സോ ഇതാണ് കപ്പാസിറ്ററിന്റെ കേസിലുള്ള നമ്മുടെ പവറിന്റെ ഇക്വേഷൻ. ഓക്കെ, സോ Vm sin omega t എന്ന് പറയുന്നത് Vm Im, this will be minus cos omega t into sin omega t എന്നുള്ളത് കിട്ടും. So when you convert into sin 2 omega t, Vm Im by 2 sin 2 omega t minus V. So when you calculate the average power, so the equation for average power is equal to 1/π integral 0 to π P d omega t. Okay. ഇനി substituting the above equation number 1 to that equation, you will get 1/π. Okay, 1/π integral 0 to π Vm Im minus ഉണ്ടാവും by 2 sin 2 omega t d omega t. So ഇത് നേരത്തെ കിട്ടിയ എക്സാക്ട് ഇക്വേഷൻ ആണ്, whose average power equal to 0 എന്നുള്ളത്. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ you will get average power is equal to 0.
സോ ഇനി ഇതിന്റെ കുറച്ച് നമുക്ക് നേരത്തെ ഇതിന്ന് മനസ്സിലാവുന്നത് എന്താണ്? ദ ആക്റ്റീവ് പവർ ഇൻ കപ്പാസിറ്റി സർക്യൂട്ട് ഈക്വൽ ടു 0. ആക്റ്റീവ് സർക്യൂട്ട് ഈസ് 0 എന്നാണ്. സോ അതാണ് ആക്റ്റീവ് പവർ ഇൻ കപ്പാസിറ്റി സർക്യൂട്ട് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ. സോ ഈ കപ്പാസിറ്ററിലും ഇൻഡക്ടറിലും പിന്നെ ഉണ്ടാവുന്നത് റിയാക്റ്റീവ് പവർ ആണെന്ന് പറഞ്ഞു. സോ പവർ രണ്ട് ടൈപ്പ് ഉണ്ട് എ സി സിസ്റ്റത്തിൽ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ വൺ ഈസ് ആക്റ്റീവ് പവർ ആൻഡ് വൺ ഈസ് റിയാക്റ്റീവ് പവർ. സോ ആക്റ്റീവ് പവറിന് പി എന്നുള്ള ടേമിലും റിയാക്റ്റീവ് പവറിന് ക്യൂ എന്നുള്ള ടേമിലാണ് റിപ്രസെന്റ് ചെയ്യുക. സോ റിയാക്റ്റീവ് പവർ ഈസ് സീൻ ഇൻ പ്യുവർ ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ. കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടർ. ഓക്കെ, അപ്പൊ അതെന്താണ് റിയാക്റ്റീവ് പവർ എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പൊ എ സി സിസ്റ്റത്തിൽ റെസിസ്റ്റർ മാത്രം, അല്ലെങ്കിൽ ഡി സി സിസ്റ്റത്തിലും റെസിസ്റ്റർ മാത്രമേ പവർ ഡിസിപ്പേഷൻ ചെയ്യത്തുള്ളൂ. അങ്ങനെ ഡിസിപ്പേറ്റ് ചെയ്യുന്ന പവറാണ് ആക്റ്റീവ് പവർ. നേരെ മറിച്ച് സർക്കുലേറ്റ് ചെയ്യുന്ന പവർ എല്ലാം റിയാക്റ്റീവ് പവർ ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ ഗ്രാഫാണ്. പ്യുവർ ഇൻഡക്ടറിനകത്ത് എങ്ങനെയാണ് കർവ്, ഇൻസ്റ്റന്റേനിയസ് പവറിന്റെ കർവ് വരുന്നത് എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യാം. സോ അതിന്റെ സൈൻ, ലൈക്ക് അതിന്റെ വോൾട്ടേജ് ആസ് വെൽ ആസ് പവർ കർവ് നമുക്ക് നോക്കാം. So this is the instantaneous voltage, instantaneous current, and instantaneous power. So even though the average power is 0, there is still an instantaneous power in an inductor. The inductor and the instantaneous power the curve on. So when you take the average, this portion and this portion will get cancelled. So അതിന്റെ average value 0 ആയിരിക്കും. Average power in a circuit എന്ന് പറയുന്നത്, in a capacity circuit എന്ന് പറയുന്നത് 0 ആയിരിക്കും. Okay. അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ നിന്നുള്ളത് 0 ആയിരിക്കും. ഇതുപോലെ തന്നെയാണ് ഏകദേശം നമുക്ക് കപ്പാസിറ്റി സർക്യൂട്ടിലും നമുക്ക് വരിക അതിന്റെ ഗ്രാഫ്. സോ കപ്പാസിറ്റി സർക്യൂട്ടിൽ നമ്മൾ കർവ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. സോ ദിസ് ഇസ് ദ വേവ് ഫോം ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ആൻഡ് പവർ ഇൻ കപ്പാസിറ്റി സർക്യൂട്ട്. സോ കപ്പാസിറ്റി സർക്യൂട്ട്. സോ ഇതിനകത്തും ഇപ്പൊ നേരത്തെ കണ്ട ഈ ഒരു വേവ് ഫോമിന്റെ നേരെ 180 ഡിഗ്രി ഷിഫ്റ്റ് ആണ് ഈ വേവ് ഫോം, ഇൻസ്റ്റന്റേനിയസ് പവറിന്റെ വേവ് ഫോം. ബിക്കോസ് ഇതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ there is a positive side and positive side. When you multiply both positive, you will get positive. And there is a positive and negative in this session, so you will get negative. Negative and negative will give you positive. Negative and positive will give negative. അപ്പൊ അങ്ങനെയാണ് അത് വരുന്നത്. Whatever be the case, ഒരു കാര്യം എന്ന് പറയുന്നത് പവർ ഈസ് അറ്റ് ഡബിൾ ഫ്രീക്വൻസി. ഡബിൾ ഫ്രീക്വൻസിയിലാണ് പവർ ഉള്ളത്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ച് ഐ സ്ക്വയർ ആർ എന്നുള്ളതാണ്. ഐ വിൽ ബി നാച്ചുറലി എന്ത് സൈൻ ഒമേഗ ടി. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ ഒമേഗ ടി. അപ്പം അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 മൈനസ് കോസ് 2 ഒമേഗ ടി എന്ന് കിട്ടും. അങ്ങനത്തെ ഫോമിലൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ കിട്ടുന്നത്. സോ ഐ സ്ക്വയർ ആർ എന്നുള്ളത് ഏത് റെസിസ്റ്റീവ് സർക്യൂട്ടിന്റെ കേസിലാണ്. ഇത് കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണ്. സോ അതിൽ ഇൻസ്റ്റന്റേനിയസ് പവർ ഉണ്ട്, എന്നാൽ എന്തില്ല, ആക്റ്റീവ് പവർ ഡിസിപ്പേഷൻ ഇല്ല. ഡിസിപ്പേഷൻ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പം റിയാക്റ്റീവ് പവറിനെ പറ്റിയാണ് നമുക്ക് ഇനി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളത്. ഇത്രയാണ് പവർ ഡിസിപ്പേഷൻ ഇൻ resistive circuit, active power or average power in capacitor and inductor will be equal to 0 എന്നുള്ളതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഇനി നമ്മൾ പഠിക്കേണ്ടത്, ഇപ്പൊ നമ്മൾ വോൾട്ടേജ് നോക്കി, കറണ്ട്, അതേപോലെ പവർ ഇൻ റെസിസ്റ്റീവ്, ഇൻഡക്റ്റീവ് ആൻഡ് കപ്പാസിറ്റി സർക്യൂട്ട്. ഇത്രയും കാര്യങ്ങൾ നോക്കി. ഇത് വി ആംഗിൾ 0 ആണെങ്കിൽ കറണ്ട് വിൽ ബി ഐ ആംഗിൾ 0. ഓക്കെ, അതേപോലെ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ ഇഫ് ദ വോൾട്ടേജ്, if the current is I angle 0, so that is if I current is kept as reference, you will get voltage as V angle 90. And if current in the capacitive circuit is I angle 0, then V angle minus 90 will be the capacitive voltage across the capacitor എന്ന് പറയുന്നത്. സോ അതേപോലെ പവറും, ആവറേജ് പവർ
ആവറേജ് പവർ ഓർ ആക്റ്റീവ് പവർ. നമുക്ക് ഈ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ VRMS ഇൻറ്റു IRMS എന്ന് കിട്ടി. സോ ഈ V divided by √2 ഇൻറ്റു ഈ I divided by √2 will give you VRMS into IRMS. അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താ you will get VRMS and IRMS. Active power or average power in inductive as well as capacitive circuit is 0. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിറൈവ് ചെയ്ത് മനസ്സിലാക്കിയത്. ഓക്കെ, അതിന്റെ ഫേസർ ഡയഗ്രാംസ് ഒക്കെയാണ് നമ്മൾ വരച്ചത്. റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ വോൾട്ടേജ് വിൽ ബി ഹിയർ, current will be also here, VI. In inductive circuit, if I is over here, V will be over here, VI. And in capacitive circuit, if I is over here, V will be lagging by 90 degree. This is capacitive circuit. So ഇതാണ് ഫേസർ ഡയഗ്രാം. ഓക്കെ, നമ്മളിപ്പോഴും ടോട്ടൽ പവർ, ഒരു പവറിന്റെ കോൺസെപ്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പാരന്റ് പവർ, അതേപോലെ റിയാക്റ്റീവ് പവർ, ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ എന്നുള്ള കോൺസെപ്റ്റ് ആണ്. ഓക്കെ, സോ അപ്പാരന്റ് പവർ എന്നുള്ളത് എസ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പാരന്റ് പവർ എന്നുള്ളത് എസ് എന്നുള്ള ഫോമിലാണ് റെപ്രസെന്റ് ചെയ്യുക. ആക്റ്റീവ് പവർ പി എന്നും റിയാക്റ്റീവ് പവർ ക്യൂ എന്നുമാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, സോ വേറെ ടേം ഉണ്ട് കോംപ്ലക്സ് പവർ. കോംപ്ലക്സ് പവർ. ഓക്കെ, കോംപ്ലക്സ് പവറിനെ നമുക്ക് കോംപ്ലക്സ് പവർ എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യാറ് സാധാരണ രീതിയിൽ വെക്ടർ എസ് എന്നുള്ളതിലാണ്, വെക്ടർ എസ് എന്നുള്ള ഫോമിലാണ്. സോ അത് തരുന്നത് ഈ അപ്പാരന്റ് പവർ എസും അതൊരു വെക്ടർ ആണ്. സോ അതിന്റെ ഇക്വേഷൻ VI കോൺജുഗേറ്റ് എന്നുള്ളതാണ്, കോംപ്ലക്സ് കോൺജുഗേറ്റ്. സോ ഐന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് അതാണ് V into I. So what is V? This is instantaneous value of V and instantaneous value of I. So നമ്മൾ അത് ഓരോ കേസിൽ നോക്കാൻ പോവാം. If it is a എന്ത് സർക്യൂട്ട്, റെസിസ്റ്റീവ് സർക്യൂട്ട്, it's a resistive circuit, your complex power will be V into I conjugate. So V angle 0 into I angle 0 conjugate എന്ന് കിട്ടും. അപ്പം if you take the conjugate of I angle 0, it will be I angle 0 itself. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ I angle minus 90 ന്റെ കോൺജുഗേറ്റ് എടുത്താൽ that will be I angle plus 90 എന്നുള്ളതാണ്. ആ ആംഗിൾ നെഗറ്റീവ് ചെയ്യുക. എന്താണ് ആംഗിൾ? അത് നെഗറ്റീവ് എടുക്കുക അതിന്റെ. സോ ഇവിടെ ആംഗിൾ is 0, so it will be I angle 0 എന്നുള്ളത്. സോ V into I എന്നുള്ളത് കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, സോ അത് ഇനി കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണ്. If it's a capacitive circuit, the complex power S is equal to V into I conjugate എന്നുള്ളത് കിട്ടും. സോ നമുക്ക് ഇങ്ങനെ ചെയ്യാം, V angle 0 into I angle, if suppose I is reference, I reference ആയിട്ട് എടുക്കുകയാണെങ്കിൽ I angle 0 and V will be minus 90. സോ ഇതിന്റെ കോൺജുഗേറ്റ് എന്ന് കിട്ടും. സോ VI എന്നുള്ളത് പിന്നെ നമ്മൾ ആ ഒരു ആംഗിളിനെ കോസ് തീറ്റയിലും സൈൻ തീറ്റയിലും ഇതാണെങ്കിൽ കോസ് 90 plus J sin 90 എന്ന് കിട്ടും. Okay, so cos 90 will be 0 and VI J sin 90 എന്ന് കിട്ടും. So J VI എന്ന് കിട്ടും. So there is a J component. അപ്പൊ ഇതിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് there is a reactive power എന്ന് പറഞ്ഞില്ലേ. So that component comes like this. So ഈ കോംപ്ലക്സ് പവറിനെ ഞാൻ സിമ്പിൾ ആയിട്ട് റിപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ S is equal to P plus JQ എന്നുള്ള ഫോമിലാണ് എഴുതാം. കോംപ്ലക്സ് പവർ, അപ്പാരന്റ് പവറിലെ വെക്ടർ കോംപ്ലക്സ് പവർ S is equal to P plus JQ എന്ന് എഴുതാൻ പറ്റും. സോ ഇതിനെ ഇതാണ് അതിന്റെ റെക്ടാങ്കുലർ ഫോം. ഇനി അതിന്റെ മറ്റേ ഫോം എന്ന് പറയുകയാണെങ്കിൽ P സ്ക്വയർ പ്ലസ് Q സ്ക്വയർ ആംഗിൾ എങ്ങനെ എഴുതാം? tan inverse Q by P എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും.
So that is S. So from there you can write P. P as active power is equal to S cos theta. S cos theta ആണ് പിന്നെ active power. Q is equal to S sin theta. So active power and reactive power. So active power is the dissipative power which is present only in resistor, and reactive power is the circulating power which is present in inductor as well as capacitor alone. So ആ reactive power component ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഇവിടെ active power component ആണ് 0 ആയിട്ട് പോയത്. അതേസമയം reactive power ആണ് നമുക്ക് കിട്ടിയത്. ഈ ഇത് ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ നമുക്ക് ഡിറൈവ് ചെയ്യാം. S is equal to VI conjugate. So V will be V angle 90 in inductive circuit and I angle 0 will be I conjugate. So ഇതിൽ നമുക്ക് V into I again cos 90 നേരെ പ്ലസ് അല്ല മൈനസ് ആണ് വരിക ബിക്കോസ് ആംഗിൾ ഇസ് മൈനസ്, ഇവിടെ പ്ലസ് ആണ് പ്ലസ് ജെ സൈൻ 90. സോ യു വിൽ ഗെറ്റ് ജെ വി ഐ എന്ന് കിട്ടും, മേലെ മൈനസ് മൈനസ് എന്നാണ് കിട്ടുക, മൈനസ് ജെ വി ഐ. സോ ഇൻ കപ്പാസിറ്റീവ് സർക്യൂട്ട് ഇറ്റ് ഇസ് മൈനസ് ജെ വി ഐ ആൻഡ് ഇൻഡക്റ്റീവ് സർക്യൂട്ട് ഇറ്റ് ഇസ് വി ഐ. ഓക്കെ, സോ ദിർ ഇസ് എ കറക്ഷൻ ഇൻ ദാറ്റ്. സോ ഈ ജെ വി ഐ എന്ന് പറയുന്നത് ഈ റിയാക്റ്റീവ് പവർ ആണ്. ഓക്കെ, ജെ വി ഐ എന്ന് പറയുന്നത് ആ ഒരു കേസിൽ റിയാക്റ്റീവ് പവർ ആണ്. സോ ഇറ്റ്സ് ദ പിന്നെ മാക്സിമത്തിന്റെ മൾട്ടിപ്പിൾ ആണ് ബി ഐ എന്ന് പറയുന്നത്, ഇറ്റ്സ് മാക്സിമം വി എം ഐ എം, വി എം ഐ എം. സോ ഇറ്റ്സ് ഓൾ മാക്സിമം വി എം ഇൻറ്റു ഐ എം. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് കിട്ടുന്ന റിയാക്റ്റീവ് പവർ ആണ്. അപ്പൊ നമ്മൾ കപ്പാസിറ്റീവ് സർക്യൂട്ടിലും ഇൻഡക്റ്റീവ് സർക്യൂട്ടിലും റിയാക്റ്റീവ് പവർ ആണ് നമ്മൾ ഡിറൈവ് ചെയ്തത്, ഹൂസ് വാല്യൂ ഇസ് വി എം ഇൻറ്റു ഐ എം. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് കപ്പാസിറ്റീവ് സർക്യൂട്ട് ഇറ്റ് ഈസ് മൈനസ്, and if it is inductive it is plus. നമ്മൾ ഇതിനെ റെക്ടാങ്കുലർ ഫോം, ട്രയാങ്കിൾ ഫോമിൽ റെപ്രസെന്റ് ചെയ്യും. റെക്ടാങ്കിൾ അല്ല, ട്രയാങ്കിൾ ഫോമിൽ റെപ്രസെന്റ് ചെയ്യും. സോ ആസ് വെക്ടർ ഡയഗ്രാം പോലെ റെപ്രസെന്റ് ചെയ്യാം. സോ ഇഫ് P is the active power and if it is a inductive circuit this will be the reactive power. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആക്റ്റീവ് പവറിനെ റിയാക്റ്റീവ് പവറിനെയും, ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ റിയാക്റ്റീവ് പവർ ഉണ്ടാവുള്ളൂ ബിക്കോസ് ഇറ്റ് ഇസ് ജെ വി ഐ ആൻഡ് കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ ഇറ്റ് ഇസ് മൈനസ് ജെ വി ഐ. സോ ഇതൊക്കെ റെഫറൻസിന്റെ ബേസിലാണ്. ഇവിടെ റെഫറൻസ് ഒരു ഇതുണ്ട്, വി ഐ മൈനസ് ജെ വി ഐ എന്നുള്ളതാണ് കപ്പാസിറ്റീവ് പവർ, കപ്പാസിറ്റീവിലെ റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത്. സോ ഇഫ് ദർ ഈസ് നോ ആക്റ്റീവ് പവർ ദെൻ ഇറ്റ് വിൽ ബി നാച്ചുറലി എന്താണ്, അതായിരിക്കും അതിന്റെ അപ്പാരന്റ് കോംപ്ലക്സ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. സോ അപ്പാരന്റ് പവർ നമ്മൾ പറഞ്ഞു ആദ്യം. ഈ അപ്പാരന്റ് പവർ എന്ന് പറയുന്നത് ഈ ഒരു ടേം ആണ്, where you compute only the magnitude. So apparent power is equal to active power square plus reactive power square എന്നുള്ളത് കിട്ടും. അപ്പാരന്റ് പവർ സ്ക്വയർ is equal to p square plus q square. അതാണ്. സോ അപ്പാരന്റ് പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് അലോൺ, മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്താണ് ആക്റ്റീവ് പവർ, അപ്പാരന്റ് പവർ എന്ന് പറഞ്ഞാൽ. അതായത് ആക്റ്റീവ് പവറിന്റെ റിയാക്റ്റീവ് പവറിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്യാം. ബട്ട് ദ കോംപ്ലക്സ് പവർ വിൽ ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദ ആംഗിൾ. അപ്പൊ പി പ്ലസ് ജെ ക്യൂ റെക്ടാങ്കുലർ ഫോം അല്ലെങ്കിൽ പോളാർ ഫോമിൽ എഴുതുമ്പോൾ നമ്മൾ പി പ്ലസ് ജെ ക്യൂ എന്ന് പറയുന്ന വെക്ടർ ആണ് കോംപ്ലക്സ് പവർ, അതിലെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് അപ്പാരന്റ് പവർ. സോ ഇതാണ് അതിന്റെ ഡിഫറൻസ്, ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇഫ് ഇൻ റെസിസ്റ്റീവ് കേസ് ഓൺലി പി വിൽ ബി ദർ വിച്ച് ഈസ് ആക്റ്റീവ് പവർ ആൻഡ് ഇൻ കപ്പാസിറ്റീവ് സർക്യൂട്ട് ഓൺലി ക്യൂ വിൽ ബി ദർ. സോ ദിസ് ഇസ് പി, സോ ദിസ് ഇസ് ക്യൂ ഓർ മൈനസ് ക്യൂ ആൻഡ് ദിസ് ഇസ് പ്ലസ് ക്യൂ. സോ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാനാണ്, കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ അത് റിയാക്റ്റീവ് പവർ ഡെലിവർ ചെയ്യാണ് ചെയ്യുന്നത്, ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ റിയാക്റ്റീവ് പവർ അബ്സോർബ് ആണ് ചെയ്യുന്നത്. സോ ആ അബ്സോർപ്ഷൻ ഡെലിവറി അല്ലെങ്കിൽ സപ്ലൈങ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാനാണ് നമ്മൾ മൈനസ് ക്യൂ എന്നും പ്ലസ് ക്യൂ എന്നും വേർതിരിച്ച് മനസ്സിലാക്കാൻ. ഇറ്റ്സ് എ കപ്പാസിറ്റീവ് സർക്യൂട്ട്, ഇറ്റ്സ് എൻ ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നമുക്കിത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, hope you understand today's session. Thank you.